ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാർ 6:16 വാക്യം വായിക്കുന്നു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ന്യൂയോർക്കിലെ 2 യുവാക്കന്മാർ ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ തൻ്റെ സീറ്റിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു എന്ന് തോന്നിയ ഒരു യാത്രക്കാരനെ ആക്രമിച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൊള്ളയടിച്ചു. അപ്പോൾ പെട്ടെന്ന് ആ ട്രെയിൻ കമ്പാർട്ട്മെന്റ് മുഴുവനും സജീവമായി. ആ കൊള്ള ചെയ്യപ്പെട്ട യാത്രക്കാരൻ ട്രെയിൻ കൊള്ളക്കാരെ പിടികൂടുവാൻ വേഷം മാറി സഞ്ചരിച്ചിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. അവരവരുടെ സീറ്റുകളിൽ നിന്ന് ചാടി എഴുന്നേറ്റ യാത്രക്കാരെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. മിന്നൽ വേഗത്തിൽ അവർ ഒരുമിച്ച് കൂടിയ 2 ചെറുപ്പക്കാരെ വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം ആരുടെയും ദൃഷ്ടിയിൽപ്പെട്ടിരുന്നില്ല. എങ്കിലും അവർ ആ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന മറ്റ് യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷിതത്വം നൽകുന്നുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒരു സംരക്ഷണത്തിന്റെ ചിത്രമാണ് നമ്മൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലും കാണുന്നത്. ന്യൂയോർക്കിലെ ആ അണ്ടർഗ്രൗണ്ട് റെയിൽവേയിൽ സംഭവിച്ചതിനേക്കാൾ നാടകീയമായ വിധത്തിൽ എലീശയുടെ ബാല്യക്കാരന് ഒരു കാര്യം, തങ്ങൾക്ക് ഒരു കൊടിയ ആപത്ത് നേരിടുവാൻ പോകുന്നു എന്ന് തോന്നിയ അവസരത്തിലും തൻ്റെ യജമാനന് അശേഷം ഭയപ്പെടാതിരിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു എന്നും അവൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടെന്നും നാം 17-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇസ്രായേലിനെ അരാമ്യ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം അഗ്നിമയമായ കുതിരകളും രഥങ്ങളും ഉൾപ്പെട്ട ഒരു വലിയ സൈന്യത്തെ എലീശയ്ക്ക് ചുറ്റും അണിനിരത്തിയിരുന്നു. ദൈവിക സംരക്ഷണം പഴയ നിയമകാലത്ത് മാത്രം അനുഭവപ്പെട്ടിരുന്ന ഒന്നല്ല. ദൈവമക്കൾ എന്ന നിലയിൽ ഇന്നും നമുക്ക് അവൻ്റെ ശക്തിയേറിയ സംരക്ഷണത്തിൽ ആശ്രയിക്കാം. നാം അവൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ആവേശത്തോടും ആ ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. പോരാട്ടം അതിഭയങ്കരമാണെന്നും നാം തോറ്റുപോയേക്കുമെന്നും തോന്നിയാലും നാം കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കണം. നാം വായിച്ചതുപോലെ നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് എലീശ തൻ്റെ ഭൃത്യനോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഈ പകൽക്കാലം നമുക്ക് ധൈര്യപ്പെടാം. നാം ഒരിക്കലും തനിയെയല്ല. നമ്മുടെ കരുതലിനപ്പുറമായ സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിച്ചേക്കാം. എന്നാൽ യാതൊരു പരിസ്ഥിതിയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമല്ല. നാം തനിയെയല്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.